വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിറ്റാമിൻ സി സെറത്തിന്റെ കൂടെ മറ്റേതൊക്കെ ഇൻഗ്രീഡിയൻസ് സെറത്തിന്റെ ഫോമിലോ ടോണറിന്റെ ഫോമിലോ യൂസ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി, അതിന്റെ ബെനിഫിറ്റ്സ് എന്തിനെ പറ്റിയിട്ടാണ്, കൂടാതെ എന്തൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഡാമേജ് ഉണ്ടാവും എന്നതിനെ പറ്റി ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് ഇതിലോട്ട് കിടക്കാം. അതിൽ ഫസ്റ്റ് കോമ്പിനേഷനാണ് വിറ്റാമിൻ സി നയാസിനമൈഡും. വിറ്റാമിൻ സി നയാസിനമൈഡും നമുക്ക് ഒരുമിച്ച് ഒരേ സമയം സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇത് രണ്ടും ഒരുമിച്ച് മോർണിംഗിൽ യൂസ് ചെയ്യാം, ഒരുമിച്ച് നൈറ്റിൽ യൂസ് ചെയ്യാം. ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാനായിട്ട് പോണില്ല. പിന്നെ ഇനി എന്തൊക്കെയാണ് വിറ്റാമിൻ സിയുടെ ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ, വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്ത് ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് നമുക്ക് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ UV റേസിൽ നിന്ന് വരും. ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യാനായിട്ടും നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കേഴ്സ് തരാനായിട്ടും മൈൽഡ് ടു മോഡറേറ്റ് പിഗ്മെന്റേഷൻ തരാനായിട്ടും കാരണമാവും. ഇതിനെ തടയാനായിട്ട് വിറ്റാമിൻ സി സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, മെലാനിന്റെ പ്രൊഡക്ഷൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും, ഫ്രീ റാഡിക്കലായിട്ട് വർക്ക് ചെയ്യും, പിന്നെ നമ്മുടെ കൊളാജിനെ മൈൽഡായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ സൺലൈറ്റിൽ നിന്ന് ഉണ്ടാവുന്ന ചെറിയ ചെറിയ വൂണ്ടുകൾ ഉണ്ടാവില്ലേ, ചെറിയ സൺബേണൊക്കെ, അതിനെയൊക്കെ ഒന്ന് മൈൽഡായിട്ട് ഹീൽ ചെയ്യാനായിട്ട് വിറ്റാമിൻ സിക്ക് പറ്റും. അതായത് തുടക്ക സമയത്തുള്ള ആ ഒരു വൂണ്ട് ഹീലിംഗ് പ്രോസസ്സും വിറ്റാമിൻ സി എൻഹാൻസ് ചെയ്യും. നയാസിനമൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് ഒരു ആന്റി ഓക്സിഡന്റ് ഉപരി നമ്മുടെ ഫേസിലുള്ള പോസിന്റെ അപ്പിയറൻസ് മിനിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മെലാനിനെ സെൽസിലോട്ട് എത്തിക്കാതിരിക്കാനും നയാസിനമൈഡ് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നാച്ചുറൽ സ്കിൻ ബ്രൈറ്റ്നസ് ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് സ്കിന്നിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കളർ ഉണ്ടാവില്ല, നിങ്ങൾക്ക് സൺ ഡാമേജ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുണ്ടാവുന്ന ആ ഒരു ഗ്ലോ, അത് എൻഹാൻസ് ചെയ്യാനായിട്ട് വിറ്റാമിൻ സി നയാസിനമൈഡും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഫേസിൽ സൺലൈറ്റ് അല്ലെങ്കിൽ സൺ ഡാമേജ് കാരണം ഉണ്ടാവുന്ന ഫൈൻ ലൈൻസ് റിങ്കിൾസ്, അതായത് പ്രിമച്വർ ഏജിങ് തടയാനായിട്ട് ഡെഫിനറ്റ്ലി ഇത് രണ്ടും കൂടെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ എന്താ പറയുന്ന ഒരു സ്കിൻ ബാരിയർ ബാലൻസ് ഇല്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, സ്കിന്നിന്റെ മോയിസ്റ്റ് കണ്ടന്റ് കീപ്പപ്പ് ചെയ്യാനായിട്ടും അത് നയാസിനമൈഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മോയിസ്റ്റ് കണ്ടന്റ് ബാലൻസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അത് വിറ്റാമിൻ സിയുടെ പ്രസൻസിലാകുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ ഒന്നും കൂടെ എൻഹാൻസ് ആയിട്ട് വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നടക്കും. അപ്പോൾ നിങ്ങളൊരു സ്കിൻ കെയർ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വിറ്റാമിൻ സി നിങ്ങളൊരു എന്താ പറയുന്ന ഒരു ഫസ്റ്റ് ടൈം ആണെങ്കിൽ 5 അല്ലെങ്കിൽ 10 ഇത് രണ്ടിന്റെ ഇടയിൽ പെർസെൻറ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്, നയാസിനമൈഡ് ഡെഫിനറ്റ്ലി 5% സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. വിറ്റാമിൻ സി ഫസ്റ്റ് 5% സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അധികം ബെനിഫിറ്റ്സ് ഒന്നും കാണാൻ പോകുന്നില്ല. കാരണം വിറ്റാമിൻ സി 10 തൊട്ടാണ് നമുക്ക് ബെനിഫിറ്റുകൾ കിട്ടുന്നത്. ഡെർമക്കോഡ് 5% വിറ്റാമിൻ സി വാങ്ങി സ്കിന്നിനെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് 10% വിറ്റാമിൻ സി നമുക്ക് യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നയാസിനമൈഡ് ഡെഫിനറ്റ്ലി 5% തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീനിൽ ഇത് യൂസ് ചെയ്യാം. മോർണിംഗും നൈറ്റും യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. ഒരുമിച്ച് തന്നെ യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. നിങ്ങൾക്ക് സൺസ്ക്രീൻ മാത്രം ഇതിൻ്റെ കൂടെ മസ്റ്റ് ആയിട്ട്, ഇപ്പം ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പക്ഷേ വിറ്റാമിൻ സി നമ്മൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എന്ത് പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞാലും സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറയും. കാരണം ഇത് ഫ്രീ റാഡിക്കൽസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെന്നെങ്കിലും സൺലൈറ്റിന്റെ പ്രസൻസിൽ ഇതിന് പെട്ടെന്ന് ഓക്സിഡൈസ് ആയിപ്പോകും. കാരണം ഒരു അൺസ്റ്റേബിൾ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ ഫോളോ അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓക്സിഡേഷൻ കാരണം നമ്മുടെ സ്കിന്നിന് എന്താ പറയുന്ന ഒരു ഇതുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, എന്താ പറയുന്ന ഒരു ഡാർക്ക് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സോ ഡെഫിനറ്റ്ലി വിറ്റാമിൻ സി നയാസിനമൈഡ് യൂസ് ചെയ്യാം. പ്ലസ് നമ്മുടെ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പാടില്ല. പിന്നെ ടീനേജേഴ്സിന് യൂസ് ചെയ്യാമോ എന്ന് വെച്ചാൽ, നിങ്ങളൊരു എന്താ 17 ഞാൻ പറയും 17 to 18 ഏജ് തൊട്ട് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ 16 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 16 വിറ്റാമിൻ സി സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്ക് 5% നയാസിനമൈഡ് ഒക്കെ യൂസ് ചെയ്യാം, ഇഷ്യൂ ഇല്ല. നിങ്ങളൊരു 17 നിങ്ങൾക്ക് വിറ്റാമിൻ സി നയാസിനമൈഡും കൂടെ ഒരുമിച്ച് ലെയർ ചെയ്താൽ ഇഷ്യൂ ഒന്നും വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നെക്സ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന രണ്ട് കോമ്പിനേഷനാണ് വിറ്റാമിൻ സിയും കോജിക് ആസിഡും ഒരുമിച്ച് ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ, കാരണം കോജിക് ആസിഡ് ആസിഡ് അല്ലേ എന്നുള്ളത്. എപ്പോഴും ശ്രദ്ധിക്കുക, വിറ്റാമിൻ സിയും കോജിക് ആസിഡും ഒരുമിച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനായിട്ട് പോകുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത് ഞാൻ പറയും മെലാസ്മയുള്ള ആൾക്കാർക്കാണ്. കാരണം മെലാസ്മയുടെ വൺ ഓഫ് ദി റീസൺ സൺ ഡാമേജ് ആണ്. അതിൽ നിന്ന് നമ്മുടെ സ്കിന്നെ നമ്മൾ വീണ്ടും പ്രൊട്ടക്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഇതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം ഇപ്പോൾ ഉള്ള മെലാസ്മ നമുക്ക് കൂട്ടാതെ അതിൻ്റെ പിടിച്ചു നിർത്താനായിട്ട് പറ്റും. അതിനുവേണ്ടി നമ്മൾ വിറ്റാമിൻ സി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം വിറ്റാമിൻ സി ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. സോ അതുകൊണ്ട് മെലാസ്മയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യാം.
നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോജിക് ആസിഡ്. ഞാൻ എപ്പോഴും പറയുന്നതാണ് കോജിക് ആസിഡ് യൂസ് ചെയ്താൽ മെലാസ്മ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ കോജിക് ആസിഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ വിറ്റാമിൻ സിയും കൂടെ യൂസ് ചെയ്താൽ മതി. എങ്ങനെയാണ് കോജിക് ആസിഡ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കോജിക് ആസിഡ് നമ്മുടെ മെലാനോസൈറ്റ്സ്, അതായത് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലാണ് മെലാനോസൈറ്റ്സ്. മെലാനോസൈറ്റ്സിൽ നിന്ന് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റീസൺ ഉണ്ട്. കാരണം മെലാനോസൈറ്റിൽ നിന്ന് മെലാനിൻ വരണമെങ്കിൽ അവിടെ ഒരു മെസ്സേജ് എത്തണം. ആ മെസ്സേജ് എത്തിക്കുന്ന ആളാണ് ടൈറോസിനേസ്. ഈ ടൈറോസിനെ കോജിക് ആസിഡ് അങ്ങ് തടയും. അതുകൊണ്ടാണ് കോജിക് ആസിഡ് നമ്മൾ ടൈറോസിനേസ് ഇൻഹിബിറ്റർ, തടയുന്ന ആള് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മെലാനോസൈറ്റ്സിൽ നിന്ന് ഡെഫിനറ്റ്ലി ഒരു ഇതുണ്ടാവാനായിട്ട് പോണില്ല. എന്താ പറയുന്നത്, ട്രിഗറിങ് ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ മെലാനോസൈറ്റ്സിൽ നിന്ന് ഒരിക്കലും മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഓൾറെഡി ഉള്ള മെലാനിന്റെ ഇന്റൻസിറ്റി കൂടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ വിറ്റാമിൻ സിയും കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതും നമ്മൾ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. കാരണം സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്റൻസിറ്റി വരാതിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് മെലാസ്മയുടെ ഫംഗ്ഷൻ, മെലാസ്മ ഉള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് കുറച്ചും കോജിക് ആസിഡ് എലോൺ ആയിട്ട് യൂസ് ചെയ്യുന്നേക്കാളും വിറ്റാമിൻ സിയും കൂടെ പ്രസൻസിലാണ് യൂസ് ചെയ്യുന്നതിൽ കുറച്ചും കൂടി ഈസിലി നമുക്ക് അതിന്റെ അപ്പിയറൻസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മെലാസ്മ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകൾക്കാണ് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ. ഇത് നമുക്കൊരു മിഡ് ഏജിലൊക്കെയാണ് വരുന്നത്. പ്രത്യേകിച്ചും നമ്മൾ മെനോപാസ് കഴിഞ്ഞതിന് ശേഷം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ സണ്ണിന്റെ പ്രസൻസിൽ നമ്മൾ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആ ചൂടടിച്ചിട്ട്, അല്ലെങ്കിൽ സ്ട്രെസ്, ഇതൊക്കെ ഒരു ഫാക്ടറാണ് മെലാസ്മയ്ക്ക്. അപ്പൊ ഈ ഫാക്ടർ ഒഴിവാക്കിയിട്ട് ഈ രണ്ട് പ്രൊഡക്റ്റും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മെലാസ്മ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, സ്കിൻ കെയർ ഒരു മാജിക് ഇൻഗ്രീഡിയൻ്റ് അല്ല. സോ ഇറ്റ് ഡെഫിനറ്റ്ലി ടേക്ക് സം ടൈം. അപ്പൊ അതുകൊണ്ട് തന്നെ സൺസ്ക്രീനും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് സ്കിൻ കെയർ ഉണ്ടാവില്ലേ, ഫേസ് വാഷ്, സൺസ്ക്രീൻ, അതും കൂടെ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മിഡ് ഏജ് ആയതുകൊണ്ട് മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഏജ് കൂടുന്തോറും നമ്മുടെ എന്താ പറയുന്ന സ്കിന്നിനകത്തുള്ള മോയിസ്റ്റ് കണ്ടന്റ് കുറഞ്ഞു വരും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു മോയിസ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ആന്റി ഏജിനും കൂടെ വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കുള്ള കൊളാജിന്റെ അളവ് ബ്രേക്ക് ഡൗൺ ഒക്കെ തടയുന്നത് കൊണ്ടും ഈ മിഡ് ഏജിൽ വിറ്റാമിൻ സി കോജിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ആന്റി ഏജിങ് ഫംഗ്ഷനും ആവും. അതുപോലെ തന്നെ നിങ്ങൾ മെലാസ്മയുടെ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പൊ മിഡ് ഏജിൽ എങ്ങനെ മെലാസ്മയും ആന്റി ഏജിങ് കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ യൂസ് ചെയ്യുന്ന മിഡ് ഏജിൽ നിങ്ങൾക്ക് ആന്റി ഏജിങ്ങും അതുപോലെ മെലാസ്മയും മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വിറ്റാമിൻ സി, കോജിക് ആസിഡ്. ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെലാസ്മ മാറ്റാനായിട്ടും പറ്റും. ഈ ആന്റി ഏജിങ് പ്രോസസ്സും അതിന്റെ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത കോമ്പിനേഷൻ ആണ് വിറ്റാമിൻ സിയും ഹൈലറോണിക് ആസിഡും. കാരണം വിറ്റാമിൻ സി ഞാൻ എപ്പോഴും പറയും നമ്മൾ സ്കിൻ ക്ലീൻ ഡ്രൈ ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഹൈലറോണിക് ആസിഡ് ഞാൻ പറയും എപ്പോഴും ഡാം സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. ഇത് ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് ആവുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ നല്ല ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഡൾ സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി യൂസ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിൻ അതൊരു ബെനിഫിറ്റ് ആവും. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിൻ ഹൈഡ്രേഷന് വേണ്ടി നമുക്ക് ഒരു ഹൈലറോണിക് ആസിഡ് ഡെഫിനറ്റ്ലി സ്കിന്നിന് വേണം. അപ്പോൾ സ്കിന്നിൽ ഒരു മോയിസ്റ്റ് കണ്ടന്റ് നിൽക്കും. പക്ഷേ എന്നും നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് വേണ്ടേ, ബ്രൈറ്റ്നസിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് വിറ്റാമിൻ സി. പിന്നെ മാത്രമല്ല ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കുന്ന സ്കിൻ പെട്ടെന്ന് സൺ ഡാമേജ് ഉണ്ടാക്കാനും കാരണമാക്കും. സോ അതുകൊണ്ട് വിറ്റാമിൻ സി ഒരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ഹൈലറോണിക് ആസിഡിന്റെ കൂടെ വിറ്റാമിൻ സി വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ഡ്രൈ ആയ ശേഷം വിറ്റാമിൻ സി അപ്ലൈ ചെയ്യുക. ദെൻ ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഹൈഡ്രേറ്റിംഗ് മിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഒരു നാച്ചുറലി പ്ലം സ്കിന്നും കിട്ടും. സ്കിൻ ബ്രൈറ്റ്നസിനായിട്ട് വിറ്റാമിൻ സി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് ഏത് ഏജ് ഗ്രൂപ്പുകാർക്ക് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് ഏജ് ഗ്രൂപ്പുകാർക്ക് യൂസ് ചെയ്യും. 18 to above ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും ഈ ഒരു കോമ്പിനേഷൻ ഫോളോ അപ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹൈലറോണിക് ആസിഡ് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ യൂസ് ചെയ്യുക. വിറ്റാമിൻ സിയും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് ഒരിക്കലും കിട്ടാനായിട്ട് പോകുന്നില്ല. സോ അക്കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഈ വിറ്റാമിൻ സിയും ഹൈലറോണിക് ആസിഡും നിങ്ങൾ ഡ്രൈ ഡീഹൈഡ്രേറ്റഡ് സ്കിൻകാർ യൂസ് ചെയ്യാനായിട്ട്. കാരണം ഈ ഡീഹൈഡ്രേഷന്റെ സമയത്ത് നമ്മുടെ സ്കിൻ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവും, കൊളാജൻ അല്ലെ. മാത്രമല്ല നമുക്ക് ചുക്കിച്ചുളിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ വിറ്റാമിൻ സിയുടെ പ്രസൻസിൽ നമുക്ക് ആ ഒരു ബ്രേക്ക് ഡൗൺ തടയാനായിട്ട് പറ്റും. കാരണം ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനായിട്ട് പോകുന്നില്ല. ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്കിന്നിൽ മോയിസ്റ്റ് കണ്ടന്റ് ബാലൻസ് ആയിട്ട് നിൽക്കും. സ്കിന്നിന് പ്ലമ്മിങ് എഫക്റ്റും കിട്ടും. ഇപ്പോൾ ലോങ് റണ്ണിൽ ഒരു ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കുന്ന സ്കിന്നിനെ പ്ലം ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് വിറ്റാമിൻ സി അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡും. ഇത് രണ്ടു നേരം യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് സ്കിൻ നന്നായിട്ട് പീലായി സ്റ്റാർട്ട് ചെയ്യും. വെച്ചാൽ നല്ല ഇന്റൻസ് ആയിട്ട് സ്കിൻ പീൽ ആയിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ആ പീലിംഗ് മാറിയതിന് ശേഷം വിറ്റാമിൻ സി യൂസ് ചെയ്താൽ മതി. ഈവൻ വിറ്റാമിൻ സിക്ക് നാച്ചുറൽ ആയിട്ട് എന്താ പറയുന്നത്
ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ചില സമയത്ത് ഇത് സ്കിന്നിനെ ഓവറായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു പീലിംഗ് ഉള്ളപ്പോൾ. അതല്ല എന്നുണ്ടെങ്കിൽ പീലിംഗ് ഒന്നുമില്ല, വെറും ഡ്രൈ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സിയും ഹൈലോണിക് ആസിഡും കൂടെ ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്ലം ബ്രൈറ്റ് സ്കിൻ കിട്ടും. അടുത്ത കോമ്പിനേഷൻ ആണ് വിറ്റാമിൻ സി അസലിക് ആസിഡ്. ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആർക്കാണെന്ന് അറിയുമ്പോൾ പ്രഗ്നൻസിയുടെ സമയത്ത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ ഹോർമോണിന്റെ വേരിയേഷൻ കാരണം നമ്മുടെ ഫേസിൽ പിമ്പിൾസ് അതുപോലെ തന്നെ പ്രഗ്നൻസി മാസ്കും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് മാറ്റാനായിട്ട് നമുക്ക് എല്ലാ ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സും യൂസ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും സേഫ് ആയിട്ടുള്ളതാണ് അസലിക് ആസിഡ്. രണ്ട് രീതിയിൽ ഇത് സേഫ് ആണ്. ഒന്നെന്ന് വെച്ചാൽ ഇത് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പോസ്റ്റ് ഇൻഫ്ലമേറ്ററി എർത്തിമയും പിന്നെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റുന്നത് കുറച്ച് ഹെൽപ്പ് ചെയ്യുമെങ്കിലും എർത്തിമ നന്നായിട്ട് ഇത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അസലിക് ആസിഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അസലിക് ആസിഡ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നെസ് കിട്ടണം എന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി എർത്തിമയെ മാറ്റാനായിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ ഒരു കുറച്ചൊരു ചെറിയതായിട്ടൊന്ന് മാറി നിൽക്കും. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം? വിറ്റാമിൻ സി എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യും. ഇത് കംപ്ലീറ്റ്ലി പ്രഗ്നൻസി സേഫ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോർണിംഗും നൈറ്റും വിറ്റാമിൻ സി യൂസ് ചെയ്യാം. സോ അസലിക് ആസിഡും വിറ്റാമിൻ സിയും കൂടി ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് വരുന്ന പ്രഗ്നൻസി മാസ്ക്, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി എർത്തിമ അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ, അതായത് ഒരു 5 കൂടുതൽ ആക്റ്റീവ് ആക്നെ നിങ്ങളുടെ ഫേസിൽ വരുന്നു, അത് ഇറിറ്റേറ്റിംഗ് ആയിട്ടും റെഡിഷ്നെസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഫൈനാണ്, കുഴപ്പമില്ല. ഞാൻ ഭയങ്കര സിവിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ആക്നെ ബ്രേക്ക്ഔട്ട് ഉണ്ടെങ്കിൽ വിറ്റാമിൻ സി അവോയ്ഡ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് വിറ്റാമിൻ സി അസലിക് ആസിഡ്. പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് രണ്ടും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടി കിട്ടും, പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് പറ്റും, അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് പിമ്പിൾസ് മാറ്റാനായിട്ടും പറ്റും. അപ്പൊ അത് പിന്നെ നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഭയങ്കര ഓവർവെൽമിങ് ഫീലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മീ ടൈം കിട്ടുമ്പോൾ അത് നമ്മളൊന്നും കൂടെ ആക്റ്റീവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാം സേഫ് ആയിട്ടുള്ളത് വെച്ചിട്ട്, ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. സോ അങ്ങനെ സേഫ് ആയിട്ടുള്ളതാണ് വിറ്റാമിൻ സി അസലിക് ആസിഡ്. കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്താൽ മതി. മോർണിംഗും നൈറ്റ് യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. അസിഡം എന്ന് പറഞ്ഞിട്ട് ക്രീം കിട്ടും, സെറം, അങ്ങനെ പല ഫോമിലും നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് വിറ്റാമിൻ സിയുടെ പ്രസൻസിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആന്റി ഓക്സിഡന്റ് ആണ്, നമുക്ക് സൺ പ്രൊട്ടക്ഷനും കിട്ടും. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാനും പാടില്ല. നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് വിറ്റാമിൻ സി ആൽഫ ആർബിട്രേറ്റ്. നിങ്ങളുടെ ഫേസിൽ ടാനിങ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടും ഫ്യൂച്ചറിൽ ടാനിങ് വരാതിരിക്കാനായിട്ടും സ്കിന്നിന് നാച്ചുറൽ ബ്രൈറ്റ്നസിന് വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വിറ്റാമിൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്, ഫ്രീ റാഡിക്കൽസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഒരു പരിധിവരെ നമ്മുടെ മൈൽഡ് ടു മോഡറേറ്റ് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ഫോട്ടോജനിക് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ, സൺ കാരണം ഉണ്ടായ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് വിറ്റാമിൻ സി ആണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ആൽഫ ആർബിട്രിനോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ടാനിങ് മാറ്റാൻ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആൽഫ ആർബിട്രിൻ. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന ടാനിങ് മാറ്റാനായിട്ടും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ടാനിങ് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന ടാനിങ്ങും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റ്നസ്, ടാനിങ് മാറി സ്കിന്നിന്റെ നാച്ചുറൽ ഗ്ലോ, കാരണം ടാനിങ് മാറ്റാനായിട്ട് ആൽഫ ആർബിട്രിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു ബ്രൈറ്റ്നസ് വേണ്ടി അതിന് വേണ്ടി നമ്മൾ വിറ്റാമിൻ സിയും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് മോർണിംഗും നൈറ്റ് യൂസ് ചെയ്യാം. ഒരു 18 എബോ ഉള്ള ആൾക്കാർക്ക്, ഇൻഫാക്ട് 17 എബോ തന്നെ നമുക്ക് വിറ്റാമിൻ സിയും ആൽഫ ആർബിട്രിനെയും കൂടെ യൂസ് ചെയ്യാം. ഇഷ്യൂ ഒന്നും വരാനായിട്ട് പോകുന്നില്ല. അപ്പം നിങ്ങളുടെ ഫേസിൽ ഒരു ടാനിങ്ങും അതുപോലെ ചെറിയ രീതിയിൽ കുത്തുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ആൽഫ ആർബിട്രിൻ വിറ്റാമിൻ സി വിത്ത് സൺസ്ക്രീൻ. അടുത്തതാണ് വിറ്റാമിൻ സി ട്രാൻഎക്സാമിക് ആസിഡ്. ഇത് രണ്ടും കൂടെ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആർക്കാണെന്ന് അറിയുമ്പോൾ ആക്നെയും മാർക്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാറാനായിട്ട് ഇത് രണ്ടും കൂടെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കാം, ഇപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് സൺസ്ക്രീൻ ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മോക്കുരു വന്നിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പാട് ഇന്റൻസിറ്റി ചേഞ്ച് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അതായത് നമ്മൾ പണ്ട് പ്രത്യേകിച്ചും ഒരു കൊറോണയ്ക്കൊക്കെ മുന്നേ അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിനൊക്കെ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫേസിൽ മോക്കുരു വന്നിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഡാർക്ക്നെസ്സും സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോക്കുരു വന്നിട്ട് പോകുന്ന പാടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇന്റൻസിറ്റിയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ
സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ആ ഇന്റൻസിറ്റി ചേഞ്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷന്റെ ഇന്റൻസിറ്റി വിറ്റാമിൻ സിയും സൺസ്ക്രീൻ കൂടി യൂസ് ചെയ്ത് അവോയ്ഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്ററും കൂടെ വരുമ്പോൾ അത് എത്രത്തോളം ബെനിഫിറ്റ് ആവും നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. സോ നിങ്ങളുടെ ഫേസിൽ ഒരു ആക്റ്റീവ് ആക്നെ മൈൽഡ് മോഡറേറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റ് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷനും കൂടെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് വിറ്റാമിൻ സി പ്ലസ് ട്രാൻസാമിക് ആസിഡ്. പിഗ്മെന്റേഷൻ ഓൾറെഡി ഒരു മൈൽഡ് ടു മോഡറേറ്റ് ചെയ്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ട്രാൻസാമിക് ആസിഡ് നന്നായിട്ട് വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കിന്നിന് എനിക്ക് തോന്നുന്നത് കോജിക് ആസിഡിനെക്കാളും അസലിക് ആസിഡും ട്രാൻസാമിക് ആസിഡാണ് നമ്മുടെ പിമ്പിൾസ് മാറ്റാനായിട്ട് ഇന്ത്യൻ സ്കിന്നിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇത് ഇപ്പം നമ്മൾ വിറ്റാമിൻ സിയും ട്രാൻസാമിക് ആസിഡും കൂടെ യൂസ് ചെയ്യും. അസലിക് ആസിഡിനേക്കാളും കുറച്ചും കൂടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ട്രാൻസാമിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ വിറ്റാമിൻ സിയുടെ പ്രസൻസിൽ ട്രാൻസാമിക് ആസിഡിന്റെ കൂടെ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ആ ആക്നെ മാർക്സിലെ അത് പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ റീസെന്റ് എനിക്ക് കുറച്ചൊന്നും ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ടു, പക്ഷെ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ ഇടുന്നുണ്ടായിരുന്നു. ഈ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഡബിൾ ക്ലീൻസ് ചെയ്യാനായിട്ട് പോലും ഉള്ളൊരു സമാധാനം ഉണ്ടായിരുന്നില്ല ഒരു 2-3 ദിവസത്തേക്ക്. സോ എനിക്ക് പെട്ടെന്ന് തന്നെ ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടായി, പ്രത്യേകിച്ചും എൻ്റെ ഈ ഒരു കവിളിന്റെ ഭാഗത്ത്. അപ്പം എനിക്കറിയാം എൻ്റെ ആക്നെ ഇന്റൻസിറ്റി എത്രത്തോളം വരുന്നു ഹൈപ്പർ പിഗ്മെന്റേഷൻ, കാരണം എൻ്റെ പ്രോൺ ടു ഹൈപ്പർ പിഗ്മെന്റേഷൻ സ്കിന്നാണ്. പക്ഷേ കമ്പയർ ടു മറ്റുള്ള ടൈമുകളിൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ചും സമ്മർ സീസണും കൂടെ അല്ലേ, അപ്പൊ എനിക്ക് ആ ഒരു ഇന്റൻസിറ്റി മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ട്രാൻസാമിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിന്റെ കൂടെ ട്രാൻസാമിക് ആസിഡും കൂടെ യൂസ് ചെയ്യുക, വിറ്റാമിൻ സിയുടെ കൂടെ ട്രാൻസാമിക് ആസിഡ് കൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വിത്ത് സൺസ്ക്രീൻ നിങ്ങളുടെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ നല്ല ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കിൻ കെയർ ഒരു മാജിക് ബോണ്ടോ മാജിക് സംഭവങ്ങളോ സ്പില്ലോ ഒന്നുമല്ല. നമ്മുടെ സ്കിന്നാണ്, അതിനകത്ത് മൂക്കുരു വരും, പിഗ്മെന്റേഷൻ വരും. സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളത് അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അത് കംപ്ലീറ്റ്ലി ഒരു മാജിക് പോലെ മാറ്റാൻ പറ്റത്തില്ല. കാരണം നമ്മളെക്കാളും പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള സെലിബ്രിറ്റീസിന്റെ ഫേസിൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അവരും ആ ഒരു എന്താ പറയുന്നത്, അവർക്കും മറ്റേ സ്കിന്നിന് ആ പ്രശ്നങ്ങൾ വരും. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി എല്ലാം അവർ കുറച്ചെടുക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്താണ്. നമുക്കും സ്കിൻ കെയർ ചെയ്താൽ വേഴ്സ് ആയിരിക്കാൻ പോണ സിറ്റുവേഷൻ നമുക്ക് ലൈറ്റനപ്പ് ആക്കി എടുക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ആക്നെ മാർക്ക് ഉണ്ടെങ്കിൽ വിറ്റാമിൻ സി വിത്ത് ട്രാൻസാമിക് ആസിഡ് ആൻഡ് സൺസ്ക്രീൻ യൂസ് കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് നന്നായിട്ട് കുറച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് വിറ്റാമിൻ സി മൾട്ടിപെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ്. നമുക്കറിയാം ഏറ്റവും നന്നായിട്ട് ആന്റി ഏജിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന 2 സാധനങ്ങളാണ് ഇത് രണ്ടും. പ്രത്യേകിച്ചും നിങ്ങൾ ഇനി പ്രഗ്നന്റ് ആണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ നിങ്ങളുടെ സ്കിന്നിലോട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ യൂസ് ചെയ്താൽ മതി. ഇത് 2 നേരവും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം പ്രത്യേകിച്ച് മൾട്ടിപെപ്റ്റൈഡ് ഫോർമുലേഷൻ അനുസരിച്ച് ചില മൾട്ടിപെപ്റ്റൈഡ് നമുക്ക് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മിനിമലിസ്റ്റ് പോലെയുള്ളത്. പക്ഷേ നമുക്ക് ഹൈഫം പോലെയുള്ളത് മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ഒരു ആന്റി ഏജിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വിറ്റാമിൻ സി മൾട്ടിപെപ്റ്റൈഡ്. വിറ്റാമിൻ സി നമ്മുടെ കൊളാജിനെ ഒരു പരിധിവരെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മൾട്ടിപെപ്റ്റൈഡ് അതിന്റെ ഡെൻസിറ്റി ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യും. സോ ഇത് രണ്ടും കൂടെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ടെക്സ്ചർ ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിന് നമുക്ക് ഒന്നും കൂടെ പ്രിമച്വർ ഏജിങ് വരുന്നത് തടയാനായിട്ട് ഹെൽപ്പ്. പിന്നെ ശ്രദ്ധിക്കാം, ഞാൻ ഈ ആന്റി ഏജിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഫൈൻ ലൈൻസ്, റിങ്കിൾസും വരുന്ന അഴുക്കെയാണ് എന്നല്ല. പക്ഷെ ചുക്കിച്ചുളിയുന്നതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുമെങ്കിൽ അത് എപ്പോഴും നല്ല ബെനിഫിറ്റ് തന്നെയല്ലേ. ഏജ് ആവുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്, കാരണം നമ്മൾ ഇത്രയും കാലം ജീവിച്ചു, അതിന്റെ സൈൻ ആണ് നമ്മുടെ ഫേസിൽ. പക്ഷെ അത് നമ്മളെ കോൺഫിഡൻസിനെയോ അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്ന അപ്പിയറൻസിന് നമുക്ക് അഫക്ട് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് ആന്റി ഏജിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഇത്രയും നേരത്തെ ഫൈനാൻസ് റിങ്കൂസും വേണ്ട എന്ന് തോന്നുന്ന ആളാണ്. സോ അതുകൊണ്ട് കാരണം ഏജ് അനുസരിച്ച് എന്തായാലും അത് ഫേസിൽ വരും. ഇപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ അതിന് ഇന്റൻസിറ്റി നമുക്ക് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് ഞാൻ ആന്റി ഏജിങ് റൊട്ടീൻ ചെയ്യുന്നു. അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വിറ്റാമിൻ സി പെപ്റ്റൈഡ്സ്. എങ്ങനെയാന്ന് വെച്ചാൽ വിറ്റാമിൻ സി നമ്മുടെ ഫേസിൽ വരുന്ന കൊളാജിന്റെ ബ്രേക്ക് ഡൗണിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് പ്രത്യേകിച്ച് ഒരു 20 എബോക്ക് ആകുമ്പോൾ നമ്മുടെ ബോഡി നാച്ചുറൽ ആയിട്ട് കൊളാജിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അളവ് കുറയ്ക്കും. അപ്പൊ നമ്മുടെ സ്കിന്നിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബോഡിയിൽ തന്നെ കുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലോട്ട് എത്തുന്നതിന്റെ എത്രത്തോളം കുറയും നമുക്ക് ഊഹിക്കാമല്ലോ. ലാസ്റ്റ് പാർട്ടാണ് നമ്മുടെ സ്കിൻ ബോഡിയുടെ മറ്റുള്ള ഫംഗ്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ. സോ അവിടോട്ട് എത്തുന്നത് നന്നായിട്ട് കുറയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ കുറയ്ക്കുന്നത് തടയാനായിട്ട് നമുക്ക് വിറ്റാമിൻസിന്റെ പ്രസൻസിൽ പറ്റും. പ്രത്യേകിച്ചും ഈ ബോഡിയായിട്ട് കുറയ്ക്കുന്നതല്ല, സൺ ഡാമേജ് കാരണം അത് കൂടുമല്ലോ.
കൊളാജൻ ബ്രേക്ക് ഡൗൺ കൂടുമല്ലോ. ആ കൂടുന്നതിനെ കുറയ്ക്കാനായിട്ട് വിറ്റാമിൻ സിയുടെ പ്രസൻസിൽ വരും. പിന്നെ നമ്മൾ മൾട്ടിപെപ്റ്റൈഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി, അതായത് കൊളാജൻ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനും പറ്റും. ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോൾ ഫേസിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസിന്റെ അപ്പിയറൻസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഒരു ആന്റി ഏജിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിലും അത് റെറ്റിനോളിന് മുന്നേ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വിറ്റാമിൻ സി മൾട്ടിപെപ്റ്റൈഡ്സ്. ഒരു 20s മിഡ് 20s നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് മിഡ് 20s ചിലപ്പോൾ ആൾക്കാർക്ക് റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുന്നത് 30 എബോലൊക്കെ റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്യാം. കാരണം ഞാൻ ഇപ്പൊ കറന്റ് ഞാൻ പറഞ്ഞ റെറ്റിനോൾ ഒന്ന് നിർത്തിയിട്ട്, കാരണം കണ്ടിന്യൂസ് ആയിട്ട് റെറ്റിനോൾ ഒരു 5 years ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ എനിക്ക് റെറ്റിനോൾ നിർത്തിയിട്ട് അതിനുശേഷം ഒരു വർഷത്തെ റെറ്റിനോൾ നിർത്തിയാൽ എന്താണ് എന്റെ സ്കിന്നിൽ വരുന്നതെന്ന് എനിക്ക് അറിയണമായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് വിറ്റാമിൻ സി മൾട്ടിപെപ്റ്റൈഡാണ്. ഞാൻ ലാസ്റ്റ് എന്റെ സ്കിൻ കെയർ റൊട്ടീൻ വീഡിയോസിലൊക്കെ അത് പറഞ്ഞതാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ആന്റി ഏജിങ് റൊട്ടീനിൽ വിറ്റാമിൻ സി മൾട്ടിപെപ്റ്റൈഡ്സ് ആണ് ഉള്ളത്. ഇനി ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. വിറ്റാമിൻ സിയുടെ കൂടെ റെറ്റിനോൾസ്, ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, പിന്നെ നിങ്ങൾ HA BHA സൊല്യൂഷൻസ്, പീൽസ് എന്നൊക്കെ പറയത്തില്ല, ഈ സാധനങ്ങൾ. കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വിറ്റാമിൻസ് എന്ന് വെച്ചാൽ ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിന്റെ കൂടെ മാത്രമേ നമുക്ക് എപ്പോഴും വിറ്റാമിൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഈ ആദ്യം പറഞ്ഞ എല്ലാ സാധനങ്ങളും നമ്മുടെ സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷേ ഗ്ലൈക്കോളിക് ആസിഡിലോട്ട് വരുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന്റെ pH മൈൽഡ് ആയിട്ടൊന്ന് ഓൾട്ടർ ചെയ്യും. കാരണം ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയന്റ് കൂടെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനത്തിന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് ഒരേ സമയം വിറ്റാമിൻ സി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒന്ന് വിറ്റാമിൻ സിയുടെ ചിലപ്പോൾ വിറ്റാമിൻ സി അൺസ്റ്റേബിൾ ആയിട്ട് പോകും ഒന്ന്. പിന്നെ നമ്മുടെ സ്കിന്നിന്റെ pHന് മൈൽഡായിട്ട് വ്യത്യാസം വരുമ്പോൾ സ്കിൻ ഡ്രൈ ആവും. കാരണം നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് എലോൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്കിൻ pH ചേഞ്ച് അല്ല വിറ്റാമിൻ സിയുടെ പ്രസൻസിലും കൂടി ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് വിറ്റാമിൻ സിയും ഗ്ലൈക്കോളിക് ആസിഡും അത് സെറത്തിന്റെ ഫോമിലോ ടോണറിന്റെ ഫോമിലോ ക്രീമിന്റെ ഫോമിലോ ഒരു 6 to 8% എബോ അല്ലെങ്കിൽ 6% എബോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി ഗ്ലൈക്കോളിക് ആസിഡും ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ നമുക്കൊരു 1 to 2% വരെ നമുക്ക് യൂസ് ചെയ്യാം. 2 to മുകളിലോട്ട് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്തില്ല. കാരണം 1 to 2 ആണെങ്കിൽ അധികം നമ്മുടെ സ്കിന്നിന് pH മാറ്റാനായിട്ട് പോകുന്നില്ല. ഒന്ന്. രണ്ട്, അതൊരു എക്സ്ഫോളിയേറ്റിംഗ് രീതിയിലോട്ടും പോകുന്നില്ല. ചെറുതായിട്ട് പിഗ്മെന്റേഷൻ മാറ്റാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ, വർക്ക് ആവുന്നുള്ളൂ. സോ അത് അധികം ഇൻഗ്രീഡിയൻസിലൊന്നും നമ്മൾ കാണാറുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡിന്റെ പ്രസൻസിൽ വിറ്റാമിൻ സി മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നല്ലത്. ഗ്ലൈക്കോളിക് ആസിഡിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എഫക്റ്റീവ് ആവുന്നത് 5% ടു എബോ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്. ആ പെർസെൻറ്റേജിന്റെ കൂടെ നമുക്ക് ഒരിക്കലും വിറ്റാമിൻ സി യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ചും അങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ഓവർ ദ ടൈം ഉണ്ടാവാനും സ്കിൻ ഡ്രൈനസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ആണ് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡും വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി സെയിം ആണ് വരുന്നത്. സാലിസിലിക് ആസിഡ് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ അത് മൈൽഡായിട്ടല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്നിന്റെ pH അപ്ലൈ ചെയ്യുന്ന സമയത്തൊന്ന് മാറ്റും. ആ സമയത്താണ് നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതെങ്കിൽ വിറ്റാമിൻ സി പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഒരു ഓൾട്ടർനേഷൻ നടക്കും വിറ്റാമിൻ സിയുടെ ഫോർമുലേഷനിൽ. അപ്പൊ അതുകൊണ്ട് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. നിങ്ങൾ വെറുതെ വിറ്റാമിൻ സി ഉപയോഗിക്കുന്ന പോലെ ആയിപ്പോ ചില സമയങ്ങളിൽ അത് സ്കിൻ ഇറിറ്റേഷൻസിലോട്ടും സ്കിൻ ഡ്രൈനസിലോട്ടും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സാലിസിലിക് ആസിഡ് നിങ്ങൾ 2% ആണല്ലോ നമ്മൾ നോർമലി യൂസ് ചെയ്യാറ്. 2% ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, അതും സെറത്തിന്റെയോ ടോണേഴ്സിന്റെയോ ഒക്കെ സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ വിറ്റാമിൻ സി അവോയ്ഡ് ചെയ്യാനാണ് നല്ലത്. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ മോർണിംഗിൽ വിറ്റാമിൻ സിയിലോട്ട് പോവാം. റെറ്റിനോൾ വരുമ്പോഴത്തേക്ക് റെറ്റിനോളും ഒരു നല്ല ആന്റി ഏജിങ് സാധനമാണെങ്കിലും ഇത് രണ്ടും കൂടെ യൂസ് ചെയ്താൽ ഒരു പവർഫുൾ ആന്റി ഏജിങ് റൊട്ടീൻ ഉണ്ടാവുമെങ്കിലും ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പടക്കത്തിന്റെ അടുത്ത് തീപ്പൊരി വെക്കുന്ന ഒരു അവസ്ഥയായി പോകും. കാരണം ഇത് റെറ്റിനോൾ നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കും, സ്കിന്നിന്റെ pH മാറ്റും, എക്സ്ഫോളിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ളതിന്റെ പ്രസൻസ് നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫോർമുലേഷനിൽ ചേഞ്ച് വന്നിട്ട് സ്കിൻ ഡ്രൈനസിലോട്ട് വരും. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഫോർമുലേറ്റ് ചെയ്ത് പ്രൊഡക്ട്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരാനായിട്ട് പോണില്ല. അപ്പൊ ഇതെല്ലാം ഫോർമുലേഷനിൽ കിടന്ന് കളിക്കുന്ന സാധനമാണ്. ഗ്ലൈക്കോളിക് ആസിഡിൽ എന്ത് ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ലാക്റ്റിക് ആസിഡിലും അതുപോലെ തന്നെയാണ് മെന്റലിക് ആസിഡും. കാരണം ഇതെല്ലാം HA എന്ന് പറയുന്ന സാധനമാണ്. പീലിംഗ് സൊല്യൂഷനിലോട്ട് വരുമ്പോൾ പീലിംഗ് സൊല്യൂഷൻ ഹൈ കോൺസെൻട്രേഷനിൽ HA BHA PHA നമ്മുടെ സ്കിന്നിൽ വരികയാണ്. ഇത് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പം എല്ലാവരും ചോദിക്കും സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യൽ, അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഹീലിംഗ് പ്രോസസ്സായിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്തുകൂടെയെന്ന്. യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഈ നല്ല രീതിയിൽ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ സ്കിന്നിന് ചെറിയ രീതിയിലെങ്കിലും ഇറിറ്റേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ സ്കിന്നിന് ഡാമേജ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല മെച്ചുവർ സ്കിൻ ആണെങ്കിൽ പിന്നെ അത്
ഇതാവും. പക്ഷെ നമ്മളുടെ ആരുടെ അത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള സ്കിൻ അല്ല, അതായത് ഒരു 50 എബോ ഒക്കെയാണ് മെച്ചുവേർഡ് സ്കിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടൊന്നും എത്താത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ഫോളോ അപ്പ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ എക്സ്ഫോളിയേഷൻ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് കെമിക്കൽ പീൽസുകൾ HA പീൽസുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മോർണിംഗ് മാത്രം വിറ്റാമിൻ സി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേ കഴുകി കളഞ്ഞിട്ട്, ആ കഴുകി കളയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്കിൻ ബ്രൈറ്റ്നസ് ഒക്കെ വരുമല്ലോ. അപ്പൊ നമുക്ക് അറിയാലോ നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ വിറ്റാമിൻ സി കൊടുക്കുകയാണെങ്കിൽ സ്കിന്നിന് ചിലപ്പോൾ മൈൽഡായിട്ട് ഒരു ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എപ്പോഴും ഹീലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള നയാസിനമൈഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പീലിങ്ങിന് ശേഷം എപ്പോഴും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഇതിനൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഷേവ് ചെയ്യുമ്പോൾ വിറ്റാമിൻ സി യൂസ് ചെയ്യാമോ എന്നുള്ളത്. കാരണം വിറ്റാമിൻ സിക്ക് ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഷേവിങ്ങിന് ശേഷം വിറ്റാമിൻ സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് ഒരു എൻഹാൻസിങ് എഫക്റ്റ് കിട്ടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഷേവ് ചെയ്യുമ്പോൾ ഒരു മൈൽഡ് ആയിട്ടുള്ള മൈക്രോ കട്ടൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടെങ്കിൽ വിറ്റാമിൻ സി ആ സമയത്ത് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഷേവിങ്, പീലിംഗ് ഈ സമയത്തൊക്കെ വിറ്റാമിൻ സി അവോയ്ഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ഫോളിയേഷൻ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ആ ദിവസം വിറ്റാമിൻ സി നൈറ്റിൽ അവോയ്ഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ വിറ്റാമിൻ സി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഈ ചാനലിൽ സ്കിൻ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാറില്ല. സേഫ് ആയിട്ട് എങ്ങനെ സ്കിൻ കെയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഗുഡ് ഫോർ യു. പക്ഷെ മറ്റൊരാളുടെ അത് ട്രൈ ചെയ്യാനായിട്ട് പറയത്തില്ല. കാരണം ചില സമയത്ത് ഞാൻ ട്രൈ ചെയ്യുന്ന സാധനം എനിക്ക് 100% എൻ്റെ സ്കിൻ ഒരു പ്രോബ്ലം വരാറില്ല. പക്ഷെ ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. കാരണം എനിക്കറിയാം ഇത് എൻ്റെ സ്കിന്ന് വർക്ക് ചെയ്തുവെങ്കിലും ചിലപ്പോൾ, കാരണം ഞാൻ അത്രയും സ്കിൻ കെയർ ഒക്കെ ചെയ്ത് എൻ്റെ സ്കിൻ ഓൾറെഡി അഡാപ്റ്റഡ് ആണ് സ്കിൻ കെയറിൽ. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഈ ഒരു കോൺസെൻട്രേഷൻ യൂസ് ചെയ്താൽ സ്കിൻ ഇഷ്യൂസ് വരാൻ പോകില്ല. പക്ഷെ ഒരു ബിഗിനർ ആയിട്ടുള്ളതും സ്കിൻ കെയർ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് സ്കിന്നിൽ ചിലപ്പോൾ ഇറിറ്റേഷൻസ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ അവർ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ പറയും. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഈ ചാനലിൽ സേഫ് സ്കിൻ കെയർ ആയിരിക്കും റെക്കമെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷേവ് ചെയ്യുമ്പോഴും പീൽ ചെയ്യുമ്പോഴും മാക്സിമം വിറ്റാമിൻ സി അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന്റെ ബാരിയറിന് നല്ലത്. ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ പീൽ ചെയ്യുമ്പോഴും ഷേവ് ചെയ്യുമ്പോഴും വിറ്റാമിൻ സി യൂസ് ചെയ്യാറില്ലാത്ത ആളാണ്. അത് ഞാൻ എടുത്ത് പറയാമല്ലോ. സോ ഇതായിരുന്നു വിറ്റാമിൻ സി എന്തിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം, എന്തിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ. ഒരുപാട് പ്രാവശ്യമായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ എടുത്ത് ഡൗട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി ഏതെങ്കിലും ഇൻഗ്രീഡിയൻസിനെ പറ്റി, മിക്സ് മാച്ചിനെ പറ്റി അറിയണമെങ്കിലും ലെയറിങ്ങിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിലും കമന്റ് ബോക്സിൽ പറയാൻ മറക്കണം. നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ Q&A ആയിട്ടോ അല്ലെങ്കിൽ തേഴ്സ്ഡേ സൺഡേസിലെ ലോങ് വീഡിയോ ആയിട്ടോ ചെയ്യാം. ഇഷ്യൂസ് ഒന്നുമില്ല. കമന്റ് ബോക്സിൽ ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ ഞാൻ Q&A ആയിട്ടോ ഷോർട്സ് ആയിട്ടോ അത് ഡെഫിനറ്റ്ലി പറയാറുണ്ട്. ആ കാര്യം നിങ്ങൾ മറക്കുകയും വേണ്ട. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് Tuesday, Thursday, Sundays വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.